മേക്കപ്പിന്റെ ഇടക്ക് പിള്ളേര് മമ്മീനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ഐ മേക്കപ്പ് ചെയ്യണ കുറുമ്പിക്ക് ഐ മേക്കപ്പ് ചെയ്യണത്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ. എന്ത് രസമായിരുന്നു എന്നറിയോ. ഞങ്ങൾക്കിന്ന് ബ്രൈഡ് ടു ബീൻ്റെ ഷൂട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ എല്ലാവരും വ്ളോഗ് ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. റോസ് ആൻഡ് മെറൂൺ തീമിലായിരുന്നു നമ്മളെല്ലാവരും ഈ ഷൂട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു കുഞ്ഞ് സെലിബ്രേഷൻ, ഒരു കുഞ്ഞ് ഹാപ്പി ഡേ, അത്ര തന്നെയായിരുന്നു. സോ എല്ലാവരും ഇന്ന് വളരെയധികം അടിച്ചു പൊളിച്ചൊരു ദിവസമാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കിന്ന് കടന്നാലോ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ, മേക്കപ്പൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ പുതുവൈപ്പിൻ ബീച്ചിൽ വെച്ച് കണ്ടക്ട് ചെയ്ത ഞങ്ങളുടെ ഇന്നത്തെ ബ്രൈഡ് ടു ബി പാർട്ടി അതാണ് കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളിന് ശേഷം നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു ഇവൻ്റ് ആണ് നടക്കാൻ പോകുന്നത്. നതാഷ ചേച്ചിയുടെ ബ്രൈഡ് ടു ബി ഫംഗ്ഷൻ. അപ്പം ഫംഗ്ഷനല്ല, ആക്ച്വലി ഒരു ഷൂട്ടാണ്. നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണും കല്യാണം കഴിക്കാൻ ബാക്കി നിൽക്കുന്ന പെണ്ണുങ്ങളും എല്ലാം കൂടിയിട്ട് ഒരു കുഞ്ഞു ഷൂട്ട്. അപ്പോൾ അതൊരു ചെറിയ ഒരു ഗാദറിംഗ് ആയിട്ട് നമ്മളിന്ന് സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പം നമ്മുടെ ഒഫീഷ്യലി നമ്മുടെ കല്യാണത്തിൻ്റെ എന്താ പറയുക, ഫംഗ്ഷൻ ഇവിടെ നിന്ന് ആരംഭിക്കുന്നെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ടേക്കുള്ള വീഡിയോസിലെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ഓരോ ഇവൻസിൻ്റെയും ഇത് കാണാൻ പറ്റും, വീഡിയോസ് കാണാൻ പറ്റും. നല്ല ശുഭ ആരംഭം. കറണ്ട് പോയി. അപ്പം നമ്മൾ ഇന്നലെ ഇതിന് വേണ്ടിയിട്ട് ബ്രൈഡ് ടു ബിക്ക് വേണ്ടിയിട്ട് കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസ് ഇനി കാണാം. അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരാം. തലേ ദിവസം നമ്മൾ ബുക്കിയൊക്കെ നോക്കാനും ബ്രൈഡ് ടു ബീൻ്റെ സാഷയില്ലേ അത് മേടിക്കാനൊക്കെ കൂടിയിട്ട് കോൺവെൻറ്റ് ജംഗ്ഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കാണെങ്കിൽ നമ്മളെല്ലാവരും മെറ്റീരിയൽ എടുത്ത് തയ്പ്പിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതേ സെയിം മെറ്റീരിയൽ കൊണ്ട് തലയിലിടുന്നൊരു ബോ കൂടെ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി. പക്ഷെ ഞാൻ അൺഫോർച്ചുനേറ്റ്ലി അത് മറന്നുപോയി കൊളാബ് തന്ന പേജിൻ്റെ അടുത്ത് പറയാൻ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, പുതിയൊരു ബോ ഞാൻ മേടിച്ചു. കണ്ടോ, ഈ ഒരു ബോ ആണ് നാളെ കല്യാണത്തിന് തലയിൽ വെക്കാൻ പോകുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് അവർ കമ്മൽ നോക്കുന്നതിൻ്റെ ഒരു പെട്ടി തള്ളി നീക്കിയതായിരുന്നു. അപ്പോൾ ഈ ബോ ആണ് നാളെ വെക്കുന്നത്. 34 രൂപയേ ഉള്ളൂ. നല്ല രസമല്ലേ, നമുക്ക് ഇങ്ങനത്തെ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഇത് ഇവിടെയൊക്കെ വന്നിട്ട് മേടിക്കാം. കോൺവെൻഷനിൽ വന്നു കഴിഞ്ഞാൽ മിക്ക ഇങ്ങനത്തെ ഫാൻസി ഷോപ്പിൻ്റെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളത് തന്നെയായിരിക്കും കേട്ടോ ഇതൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ചെരുപ്പ് വാങ്ങണം ചേച്ചിക്ക്. ഡിസൈനർ പെട്ടെന്ന് പറഞ്ഞ ചെരുപ്പിൻ്റെ കാര്യം. നല്ല ഭംഗിയുണ്ട്. നടക്കൂ. നല്ലതാ മാമി, നല്ല ചെരുപ്പാട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും ഈ ടോപ്പ് എവിടുന്നാന്ന് ചോദിക്കും. വീഡിയോ കാണുമ്പോഴേ, ലോങ് വീഡിയോ കാണുമ്പോൾ ഈ ടോപ്പ് എവിടുന്നാന്ന് ചോദിക്കും. ഇത് പണ്ട് അങ്ങാണ്ട് വാങ്ങിയിട്ടുള്ള 6 months അല്ലേ, ഒരു 1 year ബിഫോർ ഈ ഹൈന്ന് മേടിച്ചതാ. ഗൈസ്, ചെരുപ്പ് മേടിക്കുവാണ്. കംഫർട്ടബിൾ ആണല്ലേ? ശരി, അപ്പോൾ ഈ ചെരുപ്പ് എടുത്തു കേട്ടോ. ചെരുപ്പ് കൊള്ളാം, പക്ഷേ ഒന്ന് അവിടെ നിന്ന് നടന്നു വരുമോ നോക്കട്ടെ കേട്ടോ. പക്ഷെ നമുക്ക് ബീച്ചിലല്ലേ ഷൂട്ട്. ബ്രൈഡൽ ഷവറിൻ്റെ ഡ്രസ്സ് നമുക്ക് ചെയ്തു തരുന്നത് ജർദോസി എന്ന് പറഞ്ഞിട്ടുള്ള വൈറ്റിലയിലുള്ളൊരു ബുട്ടീക്കാണ്. അപ്പം അങ്ങോട്ടേക്ക് നമ്മൾ കയറി പോവുകയാണ് ഗൈസ്. സോയാ നമ്മൾ ജർദോസി ഡിസൈൻസിൽ വന്നിട്ടുള്ളത് ഇവിടെ എറണാകുളത്ത് തന്നെ വൈറ്റിലയിൽ. അപ്പോൾ ഇവിടുത്തെ ഈ ബുട്ടീക്കിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ബ്രൈഡ് ടു ബിയുടെ ഡ്രസ്സ് കോസ്റ്റ്യൂം അവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പണിപ്പുരയിലാണ് ചേച്ചി ഇവിടെ വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന്
റീഅഷ്വർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ റീചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാങ്ങിയതൊക്കെ ഓക്കെ അല്ലേ, കളറൊക്കെ ഓക്കെ അല്ലേ, അത്യാദി കാര്യങ്ങളൊക്കെ. അപ്പം ടയേർഡായിട്ടുണ്ട്, രണ്ടുപേരും കുറച്ച് ടയേർഡാണ്. നമ്മളിങ്ങനെ ഈ ഓരോരോ സെലിബ്രിറ്റീസിൻ്റെയും അതുപോലെ തന്നെ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും ഇപ്പോൾ ഹാനയുടെ ഒക്കെ ഫാമിലിയിലൊക്കെ കല്യാണത്തിൻ്റെയൊക്കെ വീഡിയോ കാണുമ്പോൾ അവരിങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇങ്ങനെ ടയേർഡായിട്ട് ഇങ്ങനെ ഡള്ളായിട്ട് സൗണ്ടൊക്കെ ഇങ്ങനെ ഡൗൺ ആവും കാണാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇങ്ങനെയൊക്കെ ആവും. പക്ഷേ നമ്മൾ കല്യാണം എത്തുന്നതിൻ്റെ മുന്നേ ഫസ്റ്റ് പരിപാടിയിലെ എനർജി പോകുന്നുണ്ട്. ഇല്ല നമ്മൾ തിരിച്ച് പിടിക്കും എനർജിയൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ എന്താ പറയുക നമ്മളിവിടുത്തെ ജർദോസിയിലെ ഡിസൈനിന്റെ കുറച്ച് സംഗതികളൊക്കെ അതെ പറയൂ സംസാരിക്കും. അർജുനുണ്ട്, അക്ഷയുടെ പേര് വന്ന് ഞാൻ തിരിച്ച് പിടിക്കാൻ നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പേസ് സ്ക്രീൻ സ്പേസ് തരുന്നു ഞാൻ. മാച്ച് ആവില്ലേ? ഓ ഡിസൈനിന്റെ എഡ്ജില് മെറൂൺ ഫ്ലവർ അതിന് മാച്ചിങ് ആയിട്ടും പിന്നെ കോംബോ കൊടുക്കുന്നത് ഈ ഒരു ഷെയ്ഡ് അല്ലേ, അപ്പൊ അതും കൂടെ മിക്സ് ചെയ്തിട്ട് പരിചയപ്പെടുത്തു ഡിസൈനേഴ്സിനൊക്കെ എന്റെ ഒരുപാട് ഡ്രസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങള് ഭയങ്കര ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. മുടി കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാരും മനസ്സിലായിക്കോളേ അടിപൊളിയായിട്ട് സൂപ്പറാണ് കേട്ടാ. പിന്നെ അടിപൊളിയായിട്ട് കോസ്റ്റ്യൂം ചെയ്യും, ഒരു രക്ഷയില്ല. കാണുന്നുണ്ട് വൈറ്റിലയിലാണ് കേട്ടോ. ഏതില് ബോട്ടറിൽ നോക്കിയാൽ അവരെ കിട്ടും എന്നാ പറഞ്ഞത്. ഏതിൽ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാലും കിട്ടും. അപ്പൊ നമുക്ക് ജസ്റ്റ് വെച്ച് നോക്കാം. എടുത്തിട്ട് വരുന്നുണ്ട്. ഒരാളും കൂടെ ഇവിടെ ഉണ്ടായിരുന്നു, പുള്ളിക്കാരന് ഇപ്പൊ എന്തോ എമർജൻസി ആയിട്ട് പോയി ഗൈസ്. കോസ്റ്റ്യൂം ഇങ്ങ് വരൂ, വെളിയിലോട്ട് വരൂ മണവാട്ടി. അപ്പൊ ഇതാണ്. ആണോ? ഈ ലൈറ്റ് ഇടാൻ പറ്റുമോ? ഓൾ ലൈറ്റ്സ് ഓൺ. അലക്സ. അയ്യോ നമ്മള് അലക്സ എടുത്ത് പറഞ്ഞപ്പോ തന്നെ അലക്സ യെസ്. അപ്പൊ പറയൂ, ഡ്രസ്സിന്റെ സവിശേഷതകളൊക്കെ പറയൂ മാം. ഡിസൈനർ ഫുള്ളായിട്ട് നമ്മളിപ്പോ എന്തായാലും ഈ വ്ളോഗിന്റെ ഇതിൽ കാണുമല്ലോ. അപ്പൊ നമുക്ക് ഏകദേശം കംപ്ലീറ്റ് ആവും. പക്ഷെ എമർജൻസി ആയിട്ട് നമ്മൾ പറഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാക്കി തന്നു. അത് അങ്ങനെ ആയിരിക്കണം ഒരു ഡിസൈനർ അല്ലേ? എന്താണ് ഈ ഒരു കോസ്റ്റ്യൂമിനെ കുറിച്ചിട്ട് രണ്ട് വാക്ക് നിങ്ങൾക്ക് പറയാനുള്ളത്? 5 മിനിറ്റ് കൊണ്ട് ചെയ്ത ഒരു ഡിസൈൻ എത്ര 24 ഹവേഴ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത ഒരു സാധനം. അതാണ് ഇത് നമ്മുടെ ഷോപ്പിന്റെ ഒരു ഹൈലൈറ്റ് അല്ലേ? അത്രയും സ്പീഡപ്പ് തന്നെയാണ്, അത്രയും ക്വാളിറ്റി ആയിരിക്കും, നല്ല സെറ്റ് ആയിരിക്കും, സെറ്റും ആയിരിക്കും, കസ്റ്റമർ ഫ്രണ്ട്ലി. ശരി, അപ്പൊ നമുക്കിനി ബാക്കി വിശേഷങ്ങളൊക്കെ നാളത്തേത് കാണാം കേട്ടോ ഗൈസ്. വൺ സൈഡ് മാത്രമല്ലേ ഈ ഒരു പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ട്. തലേ ദിവസത്തെ ഓട്ടം ഏകദേശം നമുക്ക് കോസ്റ്റ്യൂമും ആക്സസറീസൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് നമ്മുടെ ഇവൻറ്റ്സുകാരായിട്ട് നമ്മൾ കല്യാണത്തിൻ്റെ ഇവൻറ്റിൻ്റെ ബൗൺസേഴ്സ് നൈറ്റും ഇവൻറ്റ്സ് നൈറ്റൊക്കെ മീറ്റിംഗ് ഉണ്ട്. അതിനാണ് എല്ലായിടത്തും ക്രിസ്മസ് കാരലാണല്ലേ. അപ്പോൾ നമ്മുടെ ബൗൺസേഴ്സിനായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ ഇവൻറ്റ്സിനെല്ലാം ബൗൺസേഴ്സിനൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവൻറ്റ് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കുറച്ച് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ നമ്മൾ കല്യാണം വിളിച്ചു ഒഫീഷ്യലായിട്ട്. അതുകൂടാണ്ട് നമുക്ക് മീറ്റിംഗ് എങ്ങനെ വേണം ഓരോരോ കാര്യങ്ങൾ നിയന്ത്രിക്കാനും എങ്ങനെ വേണം ഓരോരോ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനും അറേഞ്ച് ചെയ്യാനും ഒക്കെ ഉള്ള മീറ്റിംഗ് ആയിരുന്നേ. നമുക്ക് മേക്കപ്പ് ചെയ്തു തരുന്നത് അഭിലാഷ് ചേട്ടനാണ്. അതുപോലെ തന്നെ കോസ്റ്റ്യൂം ചെയ്ത് തന്നിട്ടുള്ളത് ജർദോസി ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് വൈറ്റിലയിലുള്ള മൃദുൽ ചേട്ടൻ്റെ ഡിസൈനർ ഹബ്ബാണ്. അപ്പോൾ എല്ലാവരും ഒരുങ്ങി, എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഇതാണ് നമ്മൾ കൂടെ നിൽക്കുന്ന എന്താ പറയുക ബ്രൈഡ്സ് മെയ്ഡ്സിൻ്റെ ഒക്കെ കോസ്റ്റ്യൂം ഇതാണ്.
നല്ലൊരു ഫ്രോക്കാണ്. ഡിഫറെൻറ്റ് പാറ്റേണിലാണ് ഇത് തയ്ച്ചിട്ടുള്ളത്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പറ്റും. പിന്നെ ചേച്ചിയുടേത് ഒരു മെറൂൺ കളർ ഡ്രസ്സാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം. അപ്പം വീണ്ടും എനിക്ക് കുറേ നാളായിട്ട് ഈ ലോങ് വീഡിയോൻ്റെ ആ ഒരു സെറ്റപ്പ് മറന്നു പോയതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആ ഒരു ട്രാക്കിലേക്ക് എത്താൻ കുറച്ച് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എപ്പോഴും ഉണ്ട്. കുഴപ്പമില്ല, കല്യാണം കഴിയുമ്പോഴത്തേനും എൻ്റെ ലോങ് വീഡിയോസൊക്കെ ബാക്ക് ടു ആ ട്രാക്കിലേക്ക് വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്താ ഗായ്സ്, നമ്മൾ ഇന്നത്തെ ദിവസം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ്, ബ്രൈഡ് ടു ബിക്ക് വേണ്ടി പോകാനുള്ള തയ്യാറെടുപ്പിലാണോ കല്യാണ പെണ്ണെ? മേക്കപ്പ് ചെയ്യുന്ന ആളെ പരിചയപ്പെടുത്തൂ. അഭിലാഷ് ചേട്ടനാണ്, കൺമഷിയാണ് എനിക്ക് പരിചയപ്പെടുത്തുന്നത്, മേക്കപ്പ് ചെയ്ത കൺമഷി. അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്യാണ് ചേട്ടൻ. വർക്ക് പ്രൊഫൈലൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാം. അതെ. അപ്പം ചേട്ടാ, എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖം. ഓക്കെ. അപ്പം ഞാൻ ചേട്ടൻ്റെ പ്രൊഫൈൽ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഒരു വീഡിയോ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നതായിരിക്കും ഈ ലോങ് വീഡിയോ അല്ലേ. ഈ ചേട്ടൻ്റെ പ്രൊഡക്ട്സൊക്കെ ഫുൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുങ്ങി കഴിഞ്ഞിട്ടുള്ള ലുക്ക് കാണാം കേട്ടോ. ഇങ്ങോട്ടേക്ക് തിരി ചേച്ചി, അവിടുന്ന് ഇങ്ങോട്ടേക്ക് തിരി. ഇനി ആണല്ലേ, ബട്ട് മനസ്സിലാവത്തേ ഇല്ല കേട്ടോ. ഇതിൽ വെച്ച് പിടിച്ചാൽ എത്ര പെട്ടെന്ന് വളർന്നു. ഒന്ന് കുളിച്ചിറങ്ങുമ്പോത്തിനും ഭയങ്കര സിങ്കായി പോയിട്ടുണ്ടല്ലേ അത്. ചോറ്റാനിക്കരമ്മ ഭഗവതി, ചോറ്റാനിക്കരമ്മയുടെ മറ്റേ അതിലൊക്കെ കാണുന്ന മുടി പോലെ ഇരിക്കുന്നല്ലേ. ബ്യൂട്ടിഫുൾ. ഓക്കെ, മേക്കപ്പിന്റെ ഇടക്ക് പിള്ളേര് മമ്മീനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കാണാൻ വേണ്ടി വന്നിരിക്കുന്ന. ഐ മേക്കപ്പ് ചെയ്യണോ? കുറുമ്പിക്ക് ഐ മേക്കപ്പ് ചെയ്യണം. അത് ഞങ്ങളുടെ കുറുമ്പി കൊച്ചാണേ. ഒരു വയസ്സ്. ഇതാരാണീ നോക്കി നിക്കുന്നത്? മിലിക്കൊച്ചാണോ? മിൽക്കി, വാ, ഞാൻ അകത്താകട്ടെ എന്നാ പിള്ളേരെ. വാ പിള്ളേര്, വാ ഒരു സൂത്രം തരാം. വാ പിള്ളേരെ, ഒരു സൂത്രം തരാം. വാ പിള്ളേരെ, വാ മിമി വാ കിട്ടാ. മിൽക്കി, കുറുമ്പി, എടി വാ ഇവിടെ. അറ്റൻഷൻ സീക്കിങ് ആണ് കൊച്ചിന്. വാ പൊന്നെ വാ പൊന്ന, അകത്തിരിക്കാം. വാ മേക്കപ്പ് ചെയ്യട്ടെ. വാടാ, വരാത്ത നോക്കിയ അവള്. കുറുമ്പി അത് ഓടി വന്ന്. കുറുമ്പി, അവളില്ലെങ്കിൽ ഞാനും ഇല്ല. ഞാനല്ലേ ഉള്ളൂ. ഈ പിള്ളേർ ഞാനൊന്നും അങ്ങോട്ട് ആക്കട്ടെ എന്നാ ഗൈസ്. സോ അങ്ങനെ കല്യാണ പെണ്ണായിട്ടൊന്നും ഒരുങ്ങിയിട്ടില്ല. ഇന്ന് ബ്രൈഡ് ടു ബീൻ്റെ ബ്രൈഡ് ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. സോ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചേട്ടൻ കമ്മലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഇന്നലെ പോയി മേടിച്ച കമ്മൽ. നിങ്ങൾ കണ്ടതല്ലേ ഗൈസ്? എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല കമ്മൽ. ഇതാണ് ഫേസിൻ്റെ മേക്കപ്പ്. ഏകദേശം ഇതാണ്. ഒന്ന് നിങ്ങൾ കണ്ണിലേക്ക് നോക്കൂ. ഓക്കെ, ഭയങ്കര നോ മേക്കപ്പ് ലുക്കാണ് ഇന്ന് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളത്. ചെറിയൊരു മാലയാണ് ഇടുന്നത്. ചെറിയൊരു മാല, ചെറിയൊരു കമ്മൽ, അത്രയേ ഉള്ളൂ. മിനിമൽ അല്ലേ? ഓക്കെ. കുരിശിൻ്റെ അത് ചെറിയ മാലയുടെ കെട്ട് എടുക്കുകയാണ്. ചെയ്യാം. ഇതൊക്കെ റോ ആയിട്ട് ഇടുന്നതാണ് ആൾക്കാർക്ക് ഇഷ്ടം. ആക്ച്വലി നമ്മൾ ലൈക്ക് അങ്ങനെയാണ് അത് രസം കാണാനും. ചേച്ചിക്ക് ഇപ്പോഴേ ടെൻഷൻ തുടങ്ങി. അപ്പൊ കല്യാണത്തിന്റെ അന്ന് എന്തായാലും ടൈമുണ്ട് ഗൈസ്, ടൈമുണ്ട്. ചിക്കൂരട്ടെ. ഇത് ആരാണ് ഈ അറ്റൻഷൻ സീക്കിങ്? ആർക്കാണിത്? ഏത് പൊന്നിനാണ്? കണ്ടോ എല്ലാവരുടെ അടുത്തും
കുട്ടികളെടുക്കുന്ന കുട്ടികളെടുത്തു. ഞാൻ കുട്ടികളായിരുന്നു ഇന്നത്തെ വ്ളോഗിൽ ഹൈലൈറ്റ് ചെയ്ത്. അടുത്ത ആൾ വന്ന് യെസ്, ഞാനത് ഷോർട്സിനുള്ള രീതിയിൽ എടുക്കാം. മുടി വളർന്നതാണ് അത്ഭുതം അല്ലേ? പനങ്കുല പോലെ വന്നു. പക്ഷെ ഇപ്പൊ ഇത് കട്ട് ചെയ്ത് കളയാൻ ഓ, ഇതെനിക്കൊരു ഭാരമായിട്ടാ തോന്നുന്നേ. ഇതാണ് മാല, കാണിക്കട്ടെ. കുഞ്ഞു മലയാണ്. കുഞ്ഞുമാല, കുഞ്ഞു കമ്മൽ. കുറച്ചുണ്ട് കേട്ടോ, കുറച്ച് വലുതാണ്. കയ്യിലൊന്നും ഒന്നുമില്ല, പ്ലെയിൻ. നെയിൽ പോളിഷ് കാണിക്കൂ. ഇതാണ്. ഇതിന് കല്യാണത്തിനൊക്കെ നമ്മൾ വേറെ മാറ്റും. കാല് കൊലുസൂരണം അല്ലേ? ഞാൻ കാലില് റെഡ് അടിച്ച്. ഞാനാണെങ്കിൽ പീൽ ഓഫ് മാസ്ക് ഇട്ടിട്ടേ കാല് ചെറുതായി പണി കിട്ടിയൊന്നൊരു ഡൗട്ട്. ഓക്കെ, ഹെയർ സെറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ, ഞാൻ വരാം. ഈ ഗ്യാപ്പിൽ എനിക്കും പോയി റെഡി ആവണം. ആക്ച്വലി ഞങ്ങളുടെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ആരാ വണ്ടി ബുക്ക് ചെയ്യാണ്? ഞങ്ങൾ ഇറങ്ങിയാണേ. അപ്പം കറണ്ട് വന്ന് അപ്പം എന്താണ് പറയാൻ പോയത് ഗൈസ്? ഞാനിതിൻ്റെ ഇടയ്ക്ക് ഒരുങ്ങുകയാണ്. ഞങ്ങളുടെ ഹെയർ സ്റ്റൈൽ ഇതൊന്നുമല്ല, ഹെയർ സ്റ്റൈൽ മാറ്റി പിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകൾ കാണാം. പോകുന്ന വഴിയുള്ള കാഴ്ചകളല്ല, ഇടയ്ക്കുന്ന ചേച്ചിയുടെ ഒരുക്കും കൂടെ കാണാതിരിക്കുന്നു. സോ ഇതാണ് ഫൈനൽ ലുക്ക് ഗൈസ്, കാണിക്ക്. ഓക്കെ, നൈസ് ആയിട്ടുണ്ട്, വെരി ബ്യൂട്ടിഫുൾ ആസ് യൂഷ്വൽ. മേക്കപ്പ് റിമൂവർ ഉണ്ടല്ലേ കുറച്ച് തരാനായിട്ട് ആണല്ലേ? അപ്പൊ പറയൂ ചേച്ചി, മേക്കപ്പിനെ കുറിച്ച്. മേക്കപ്പ് അടിപൊളിയായിട്ടുണ്ട്. ഡ്രസ്സും മേക്കപ്പ് ഒക്കെ അല്ലേ? ഇന്നലെ കണ്ട ഞാനാണ്. അല്ല ഇന്നലെ വരെ കണ്ട വ്ളോഗിൽ കണ്ട ഒരു നതാഷ മാഗ്ലിൻ അല്ല ഇന്ന് കാണുന്ന നതാഷ മാഗ്ലിൻ ബ്രൈഡ് ടു ബി. ഞാൻ അടിപൊളിയാണ്, സുന്ദരിയാണല്ലേ? അതെ. പിന്നെ ഇന്ന് കുറച്ച് മുടിയൊക്കെ വളർത്തി, കുറച്ച് മേക്കപ്പ് അല്ലേ? നല്ല ഭംഗിയുണ്ട് അല്ലേ? സോ സൂപ്പർ, നൈസ് ആയിട്ട്, ഭയങ്കര അടിപൊളി. താങ്ക് യു ചേച്ചീനെ ഇത്ര ബ്യൂട്ടിഫുൾ ആക്കി തന്നതിന്. ഓക്കെ, ഇത് എന്തായിരുന്നു? തരാലോ. അപ്പം ഓക്കെ, ചെരുപ്പ് കാണിക്ക്. നമ്മൾ ഇന്നലെ പോയി മേടിച്ച ചെരുപ്പ്, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഇതാണ് കറങ്ങുന്ന കല്യാണ പെണ്ണ്. ഓക്കെ, കേക്ക് വാങ്ങണല്ലേ നമുക്ക്? ആ പിന്നെ കിട്ടും. ടൈം ടേക്ക് യുവർ ടൈം. കല്യാണത്തിന് കല്യാണപ്പെണ്ണിന്റെ അനിയത്തിക്കും കോംപ്ലിമെന്ററി ആയിട്ട് ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, കല്യാണമല്ല, കല്യാണത്തിന്റെ ബ്രൈഡ് ടു ബി ഷൂട്ട്. ഞാനിങ്ങനെ അർജുൻ പുറത്തൊക്കെ ചെയ്തത്, പുള്ളിക്കാരനപ്പോൾ അത് ശരിക്ക് സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. ബോയൊക്കെ വയ്ക്കുന്നുണ്ട് ഞങ്ങൾ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ തുടർന്ന് കാണാം. നമ്മളിപ്പോൾ ബീച്ചിലോട്ട് പോവുകയാണ്. പുതുവൈപ്പിൻ ബീച്ചിൽ വെച്ചിട്ടാണ് ഷൂട്ട്. പുതുവൈപ്പിൻ ബീച്ചിൽ വെച്ചിട്ട് ഷൂട്ടിന്റെ വിശേഷങ്ങൾ ഒക്കെ കണ്ടിട്ട് നമുക്ക് വരാം. ഓക്കെ, ബീച്ചിലേക്ക് ഇറങ്ങി നമ്മൾ. യെസ്, ഇതാണ് ഫൈനലി നമ്മൾ ഒരുങ്ങിയിട്ടുള്ള ലുക്ക്. ഇഷ്ടപ്പെട്ടോ ഗൈസ്? സുന്ദരിയായി ചേച്ചിയാണ് ഒരുങ്ങിയിരിക്കുന്നത്. പുതുവൈപ്പിൻ ബീച്ച്. അപ്പം ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇതിൽ എന്നെ പോലെ തന്നെ സുന്ദരികളായി വരുന്ന മറ്റു കുറച്ച് സുന്ദരിമാരെയും കൂടെ എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്പർ 2, നമ്പർ 3. പക്ഷെ ഞങ്ങൾ നടന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. കണ്ടില്ല, കൃതി ഫ്ലെയറുള്ള സ്കേർട്ടല്ലല്ലോ, ഫ്രോക്കൊക്കെ ഇട്ടിട്ട് നടക്കുന്നു. എല്ലാ ഗേൾസും ഇവിടെ ഓൾമോസ്റ്റ് ഉണ്ട്. ഭയങ്കര ഭംഗിയുണ്ട് ഈ ഒരു കളർ തീം. ഹായ്, അങ്ങനെ നമ്മൾ ഷൂട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. സോ ഫുള്ള് പകൽ വെളിച്ചത്തിലെ ഭംഗിയാണ്, നല്ല ഭംഗിയുണ്ട്.
ഹെയർ തിരിയും. മേക്കപ്പ് നന്നായിട്ടുണ്ട്. ലിപ്പിന്റെ കളറ് എല്ലാം നന്നായിട്ടുണ്ട്. ഷൂട്ടിനെ നടന്നു കേട്ടോ ചേച്ചി. ഇവിടെ എല്ലാം സെറ്റാക്കിക്കൊണ്ടേ ഇരിക്കുന്നത്. ഗേൾസ് എല്ലാവരും ഒരുമിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏതാ? കയറ്റം ഞാൻ ഊരിയിടാതെ. ഇവിടെ നിന്ന് ഓരോരുത്തരായിട്ട് ഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. ഇതിനകത്താണല്ലേ ഡ്രസ്സ്? പർദ്ദയിട്ട് ഈ മന്ദിനി ബോധത്തിലാണോ ഇപ്പോ? പല ഫോട്ടോസ് എടുക്കും, ഒരെണ്ണം പോലെ അയച്ചാൻ പറ്റിയിട്ടില്ല. ശ്രേയ ആരോഷി, എമി റോസ്, അനിറ്റ ബിനോയ്ക്ക് ആയിട്ട് ലാസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെ ഞങ്ങൾ വരവേൽക്കുകയായിരുന്നു കേട്ടോ. അവരും കൂടെ വന്നിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ഷൂട്ട് തുടങ്ങിയത്. ഞാൻ ഫുൾ സ്ലീവ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു അതൊരു റോങ് ഡിസിഷനായി പോയി എന്ന്. കാരണം ഞാൻ ഇട്ട സമയത്ത് എനിക്ക് ഭയങ്കര ഗുണ്ടുമണി ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു കൈൻഡ് ഓഫ് കുറച്ചൊരു കൈയൊക്കെ ഭയങ്കര ഹൈഡായിരുന്നോണ്ടേ കുറച്ചും കൂടെ സ്ലീവ്ലെസ്സോ അല്ലെങ്കിൽ കുഞ്ഞൊരു സ്ലീവിൻ്റെ ടോപ്പ് ചെയ്താൽ മതിയായിരുന്നു, ഫ്രോക്ക് ചെയ്താൽ മതിയായിരുന്നു തോന്നി. ബട്ട് സാരമില്ല, നിങ്ങൾ പറയൂ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പം നമ്മൾ ഗേൾസ് എല്ലാവരും കൂടിയിട്ട് കല്യാണ പെണ്ണിൻ്റെ ഡിഫറെൻറ്റ് പോസ്റ്റിലുള്ള ഓരോരോ എന്താ പറയുക വീഡിയോസിന് വേണ്ടിയിട്ടുള്ള ഓരോരോ റീലിന് വേണ്ടിയിട്ടുള്ള, അതുപോലെ തന്നെ കല്യാണ പെണ്ണിൻ്റെ ഓരോരോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലിപ്സ് ഒക്കെ എടുക്കുമായിരുന്നു കേട്ടോ. ഇങ്ങനെ എന്താ പറയുക നടന്നു വരുന്നത്, ഇങ്ങനെ കയ്യിൽ ക്ലാപ്പ് വരുന്നതും അങ്ങനത്തെ ഒക്കെ നല്ല രസമായിരുന്നു. അതൊക്കെ നല്ല രസമായിരുന്നു. അതിൻ്റെ ടേക്കൊക്കെ പോയത് പുള്ളിക്കാരി ഇങ്ങനെ അടുത്ത് വന്നിട്ട് നമ്മളിങ്ങനെ ഓരോരുത്തരായിട്ട് കെട്ടിപ്പിടിക്കും. അങ്ങനെ പിന്നെ മോക്ഷയായിരുന്നു എന്ന് എനിക്ക് ക്യാമറ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇതിൻ്റെ ഷൂട്ടായിട്ട് നിൽക്കുമ്പോൾ മോക്ഷ മോളായിരുന്നു എനിക്ക് ക്യാമറ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഇത് 1 by 1 ആയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് എല്ലാവരും പോകുന്നതായിരുന്നു. എനിക്കിങ്ങനെ ദൂരത്തെ ആംഗിളിൽ നിന്ന് വലിയ കുഴപ്പമില്ലായിരുന്നു. കാരണം ഞാൻ ഇപ്പോൾ വണ്ണം കുറഞ്ഞതിൻ്റെ ഒരു എഫക്റ്റ് അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇച്ചിരി കൂടെ ഒരു ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്കതൊന്ന് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഓരോരുത്തരായി വന്നു, കെട്ടിപ്പിടിച്ച് അവരുടെ വിഷ്വൽസ് എടുത്തു. അപ്പം അതിൻ്റെയൊക്കെ മേക്കിംഗ് റീൽസ് നമ്മുടെ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറൊക്കെ നമുക്കത് എന്തായാലും അയച്ചു തരുന്നുണ്ടാവും. അപ്പം ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യാൻ മാക്സിമം നോക്കാം കേട്ടോ. പിന്നെ നമ്മളൊക്കെ എല്ലാവരും കൂടി അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ, അണിനിരന്ന് നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. ആക്ച്വലി ബ്രൈഡ് ടു ബിക്കൊക്കെ ഇത്രയും പേര് വേണം എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഇത്ര പേരുണ്ടെങ്കിൽ രസമാവുള്ളൂ. ദീക്ഷയുടെ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശ്രേയ ആരോഷിയുടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല രസമുണ്ട്. ശ്രുതിയുടെ ഇഷ്ടപ്പെട്ടു, സാനിയുടെ ഇഷ്ടപ്പെട്ടു, കൃതിയുടെ ഇഷ്ടപ്പെട്ടു, ഹൻസിയുടെ ഇഷ്ടപ്പെട്ടു, എമിയുടെ ഇഷ്ടപ്പെട്ടു, ദയയുടെ ഇഷ്ടപ്പെട്ടു, പിന്നെ അനിറ്റയുടെ ഇഷ്ടപ്പെട്ടു, പിന്നെ ആരെങ്കിലും വിട്ടുപോയോ? എല്ലാവരും ഇഷ്ടപ്പെട്ടു. ഹെലൻ്റെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഇഷ്ടപ്പെട്ടു. എല്ലാവരും എൻ്റെ ഫ്രണ്ട് ഗ്രീഷ്മയുടെ തിത്തോടെ ബ്രൈഡ് ടു ബി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നിന്ന് എല്ലാവരുടെയും കൂടുതലുള്ള റെഫറൻസ് എടുത്തിട്ടായിരിക്കും ഞാൻ തയ്ക്കുന്നുണ്ടാവുക. മികാശ മോളുള്ളതും സൂപ്പറായിരുന്നു. കേക്കിൽ എന്താ എഴുതിയിട്ടുള്ളതെന്ന് പറയണ്ടേ, ഞാൻ കണ്ടുപിടിച്ചൊരു സംഭവമാണ് ബ്രൈഡ് ടു ബ്ലൂം. അതെങ്ങനെയുണ്ട്? ഇപ്പോൾ വിൻ്ററൊക്കെ അല്ലേ, അപ്പോൾ ബ്രൈഡ് ടു ബ്ലൂം എന്നുള്ളൊരു സംഗതിയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. പിന്നെ കുറച്ച് പേര് കേക്ക് കൊണ്ടുവന്ന് വരുന്ന സീൻ, കുറച്ച് പേര് പൂക്കൾ കൊണ്ടുവരുന്നു, കുറച്ച് പേര് ബ്രൈഡിനെയും കൊണ്ടുവരുന്നു. അങ്ങനത്തെ ഒക്കെ കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആക്ച്വലി അതിൻ്റെ ബിഹൈൻഡ് സീനാണ്. മറ്റേത് കിട്ടുമ്പോൾ റോ വീഡിയോ അല്ല, മറ്റേ വീഡിയോ കിട്ടുമ്പോൾ അത് കാണാം. ഇത് ബിഹൈൻഡ് സീനാണ് കേട്ടോ. ബിഹൈൻഡ് സീൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു വന്ന് കല്യാണ പെണ്ണിനെ കൊണ്ടുവരുന്നു. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവരുന്ന ഗ്യാപ്പിൽ ഒരു സൈഡിൽ നിന്ന് അടുത്ത ആൾക്കാർ ബ്രൈഡ് ടു ബിയുടെ സാഷേ ഇട്ട് കൊടുക്കുന്നു. ഭയങ്കര രസമായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു, നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. സൺസെറ്റിൻ്റെ അവിടെ നിന്ന് ഉള്ള ഒരു ഫോട്ടോ ലൈറ്റ് ഭയങ്കര നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും വിഷസും ബ്ലെസ്സിങ്ങും ഒക്കെ വേണം. നമ്മൾ കല്യാണ പെണ്ണിനെ കൊണ്ടുവരുമ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് കുറച്ച് പേര് ഫ്ലവേഴ്സും കൊണ്ടുവരുന്നു, സാഷേ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം കേക്കുമായിട്ട് കുറച്ച് പേര് വരുന്നു. അവർ കേക്ക് വെച്ച് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നു. കണ്ടോ, സാഷേ ഇട്ട് കൊടുക്കുന്നു. അതൊക്കെ റീടേക്ക് എടുക്കുകയാണ് കേട്ടോ. ആക്ച്വലി ഇതിനെ ബിഹൈൻഡ് സീൻ ആയിട്ട് കണ്ടാൽ മതി കേട്ടോ. ഇത് ഫൈനൽ ഔട്ടായിട്ട് കാണണ്ട. ഫൈനൽ ഔട്ട് ഭയങ്കര കിടിലമായിരിക്കും. പിന്നെ ബാക്കിൽ കുറച്ച് പേര് കേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ കൊണ്ടുവരുന്ന കേക്ക് നമ്മൾ പിന്നെ കട്ട് ചെയ്തിട്ട് എല്ലാവരും കൂടെ കഴിക്കും. ദേ കണ്ടോ, ദീക്ഷ, ദയ, ശ്രുതി ആൻഡ്
മികാഷ, ഇത്രയും പേരാണ് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. മികാഷ റെഫറൻസ് എടുത്തിട്ടുള്ളത് ആരുടെ ഡ്രസ്സ് ഔട്ട്ഫിറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? അപ്പം അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് കേക്ക് കട്ട് ചെയ്യുന്നു. കേക്ക് കട്ട് ചെയ്തിട്ട് മധുരം പരസ്പരം കൈമാറുന്നു. കേക്ക് കട്ട് ചെയ്യുന്ന സീനാണ് ഈ കാണുന്നത്. ഞാൻ ഇത്ര ഗംഭീരമായ ഒരു ബ്രൈഡ് ടു ബി പങ്കെടുക്കുന്നത് ചേച്ചിയുടെയാണ്. പിന്നെ നൂറിയുടെ ബ്രൈഡ് ടു ബിക്ക് പങ്കെടുത്തിരുന്നു. അത് ഞങ്ങൾ നല്ല ഗംഭീരമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇൻഡോർ ആയിരുന്നു, ഇത് ഔട്ട്ഡോർ അല്ലേ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസസ് ഉണ്ടായിരുന്നു. അത് സൂപ്പർ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കേക്ക് പരസ്പരം കൊടുക്കുന്നു, അതിൻ്റെയൊക്കെ വിഷ്വൽസ് എടുക്കുന്നു. ആക്ച്വലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. മറ്റേ ഔട്ട് ഇവർ മേക്ക് ചെയ്തിട്ടുള്ള റീലിൻ്റെ ഔട്ട് വരാൻ വേണ്ടിയിട്ട്. അത് ഞാൻ എന്തായാലും ഒരു ഷോർട്സ് ആയിട്ടോ റീലായിട്ടോ എന്തായാലും അടുത്ത ദിവസം തന്നെ ഇടാം. ഇങ്ങനെയുണ്ട് നമ്മളെ ഗേൾസ് ടീം എല്ലാവരും. സാനിയ ഉണ്ട്, എമി ഉണ്ട്, അതുപോലെ ശ്രുതി ഉണ്ട്, ദീക്ഷ ഉണ്ട്, ദയുണ്ട്, ഞാനുണ്ട്, ഹെലൻ ഉണ്ട്, ഹൻസിക ഉണ്ട്, ശ്രേയാരോഷി ഉണ്ട്, മികാഷ ഉണ്ട്, തനു ഉണ്ട്, അനീറ്റ ബിനോയ്, കൃതി, ഋത്വൈത് എല്ലാവരും ഉണ്ട്. ഇങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ലൈറ്റ് പോകുന്നതിൻ്റെ മുന്നേ ഉള്ള ഒരു സന്തോഷം ആയിരുന്നു ഇത്. ലൈറ്റ് പോകുന്നതിന് മുന്നേ ഉള്ള ഒരു ഷൂട്ടായിരുന്നു കേട്ടോ. ലൈറ്റ് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഷൂട്ട് കണ്ടിന്യൂ ചെയ്തു, അതും ഉണ്ട് ഇതിനകത്ത്. അപ്പം ഈ ഒരു ഭാഗത്തു നിന്ന് മാറിയിട്ട് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങുകയാണ് അടുത്തത്. ബീച്ചിലേക്ക് ഇറങ്ങുന്ന ഒരു ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും സൺസെറ്റ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭയങ്കര ഒരു സിന്ദൂറിൻ്റെ ഒരു കളറില്ലേ, സൺസെറ്റിൻ്റെ സമയത്ത് വരുന്ന ഒരു കളറ്, ആ ഒരു കളറിലുള്ള ലൈറ്റിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ച് സൈഡിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫോട്ടോസ് ഞാൻ എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ ചേച്ചിയുടെ പേജിൽ എന്തായാലും ഉണ്ടാവും, എൻ്റെ പേജിലും ഉണ്ടാവും. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഈ കയ്യിലിരിക്കുന്നത് നമ്മളെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന വൈനില്ലേ, ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള വൈന്, ആ വൈനാണേ. അപ്പം ആ വൈന് നമ്മൾ കുപ്പി പൊട്ടിക്കുകയാണ്. കുപ്പി പൊട്ടിക്കുക മീൻസ് ബേക്കറിയിലെ നോൺ ആൽക്കഹോളിക് വൈനാണ് കേട്ടോ. ഞാൻ ഡിസ്ക്ലൈമർ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളിൽ പലരും ആൽക്കഹോളിക് കൺസ്യൂം ചെയ്യാത്ത, മദ്യപിക്കാത്ത ടീ ടോട്ടലേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അതാണ്. അപ്പം അതിന് ഷൂട്ടിന് വേണ്ടിയിട്ട് ആ വൈൻ ഇങ്ങനെ കുലുക്കുന്നു. അത് വൈൻ ഗ്ലാസ് ഇവൻറ്റുകാരനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവൻറ്റുകാരൻ നന്നായിട്ട് സഹകരിച്ചല്ല, അവർ നല്ല കോർഡിനേഷനുള്ള ഇവൻറ്റ്സ്. അപ്പം അത് നമ്മൾ വൈനിങ്ങനെ കുലുക്കിയിട്ട് ഇങ്ങനെ ചീറ്റിക്കുന്നു. അതിൻ്റെയൊക്കെ വീഡിയോയും വിഷ്വലും ഔട്ട് DSLR ക്യാമറയിൽ വരുന്നത് കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് വൈൻ പൊട്ടിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് വീഡിയോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഇതിന് വേണ്ടിയിട്ട് ഔട്ടിന് വേണ്ടിയിട്ടുള്ള ഷൂട്ടിൻ്റെ ഔട്ടിന് വേണ്ടിയിട്ടുള്ള ക്യാമറയിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഉണ്ടാവുമല്ലോ. ഞാൻ കുറച്ചായി അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, എന്നോട് ക്ഷമിക്കണേ പ്ലീസ്, ഞാനതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ വൈനൊക്കെ ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കുന്നു. അതിൻ്റെ വൈൻ കുടിച്ചതിന് ശേഷം ആക്ച്വലി വൈൻ കുടിക്കുന്നു. അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബുക്കയില്ലേ, കല്യാണ പെണ്ണ് ബ്രൈഡ് ടു ബീൻ്റെ ബ്രൈഡ് കയ്യിൽ പിടിച്ചിരിക്കുന്ന ബുക്കെ ബാക്കിൽ നിൽക്കുന്ന ബ്രൈഡ് മെയ്ഡ്സിന് ഇങ്ങനെ ബാക്കിലോട്ട് ഇട്ട് കൊടുക്കും. അതാരാണോ ക്യാച്ച് ചെയ്യുന്നത് അടുത്ത കല്യാണം അവരുടേതാണെന്നാണ് പറയാ. അപ്പം എനിക്ക് തോന്നുന്നു പേളിമാണി ചേച്ചിയുടെ കല്യാണത്തിന് ഹാനക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അതുപോലെ ഇപ്പൊ ഇത്തവണ അത് ആർക്കാ കിട്ടുന്നുള്ള എക്സൈറ്റ്മെന്റിലാണ്. ഇത് ലാസ്റ്റ് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇത് ആർക്കാ കിട്ടുന്നതെന്നുള്ളത്. അപ്പം നമ്മൾ ഫ്രൂട്ട് വൈൻ എന്നാ പറയുക ഇതിന്. ഫ്രൂട്ട് വൈൻ കുടിക്കുന്നു. ഫ്രൂട്ട് വൈൻ കുടിച്ചിട്ടുള്ള സീൻസും കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് പോസായതിനു ശേഷം കുറച്ച് പേര് കൂടിയിട്ട് നമ്മൾ ഡാൻസ് ഒക്കെ കളിക്കുന്ന ഒരു പോർഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് ഇവര് ദീക്ഷയും ദയയും ശ്രുതിയൊക്കെ കൂടിയിട്ട് എടുത്തിട്ടുള്ള ഒരു സീക്വൻസ് വരും. അതിൽ ഏത് പാട്ടാണെന്നുള്ളത് നിങ്ങളൊന്ന് ഗസ് ചെയ്യുക കേട്ടോ. ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് ചെയ്യേ. മറ്റേ നയൻതാരയുടെ സിനിമയുടെ പാട്ടാണ്. നയൻതാര മാം ആക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയിലെ പാട്ടാണ്. അത് ഏതാന്ന് പറയും, ഇതേതാ പാട്ടെന്ന് പറയണേ. നിങ്ങൾ ഗസ് ചെയ്യണം. അപ്പം നല്ല ഇത് ലൈറ്റൊക്കെ സ്കൈയൊക്കെ ഇത് ഭംഗിയാ നോക്ക്. സീലിത് കളിക്കുമ്പോൾ എന്ത് രസമാന്ന് നോക്ക്, നല്ല രസമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ചടങ്ങിലേക്ക് വരികയാണ്. കല്യാണ പെണ്ണിന്റെ ബുക്കെ ബാക്കിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. അതാർക്കാണോ കിട്ടുന്നത് അവരുടെ കല്യാണമാണ് അടുത്തത് നമ്മൾ ഉണ്ടാവുക എന്ന് പറയുമല്ലോ. അപ്പോൾ നോക്കാം, നമുക്ക് ആർക്കാ കിട്ടുന്നത് നോക്കാം അല്ലേ. അപ്പം
എന്തായാലും എനിക്കാവില്ല, എനിക്കിനി കല്യാണം എങ്ങനെ എന്താണെന്ന് അറിയില്ല. അല്ലാണ്ട് ഇതാർക്കും അവിടെ കിട്ടാൻ പോകുന്നത് എന്ന് നോക്കാം. നമ്മൾ പിടിക്കാൻ വേണ്ടി പോകുന്നത് പോലെയൊക്കെ കാണിക്കുകയാണ്. സോ അത് കിട്ടുന്ന ആള് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള വീഡിയോസൊക്കെ തുടർന്ന് കാണൂ. അപ്പോൾ ഇത് തന്നെയായിരുന്നു ഇന്നത്തെ ഒരു ഹാപ്പി ഡേ. If you like this video, do like, share and subscribe. Thank you so much.